എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ആലപ്പുഴ ആര്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവ് ഷോക്കടിച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കാറ്റും മഴയും ഒക്കെ ഉള്ള സമയമാണ്. ധാരാളമായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം നടത്തി സർക്കാരിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. ഇങ്ങനെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള പല അപകടങ്ങൾ ഉണ്ടാകുന്നത് അശ്രദ്ധ, അജ്ഞത, ഓവർ കോൺഫിഡൻസ്, അമിത വിശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അജ്ഞതയാണ് കാരണമെങ്കിൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഒരു പരിധിവരെ നമുക്കത് പ്രയോജനപ്പെടും. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് ഇത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണമെങ്കിൽ ദയവായി അറിയിക്കുക. എല്ലാ ജില്ലകളിലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ വന്ന് സൗജന്യമായിട്ട് ക്ലാസ് എടുക്കും. കാരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം, ഇതായിരിക്കണം നമ്മുടെ ദൗത്യം. നമുക്ക് ഒത്തൊരുമിച്ച് ഇതിനായി പ്രവർത്തിക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ പറ്റുന്നത്. ഇന്ന് രാവിലെ 24 ചാനലിൽ വന്ന വാർത്തയാണ്. കൂടാതെ രാവിലത്തെ പ്രാദേശിക വാർത്തയിലും ഈ ഇൻഫർമേഷൻ നൽകിയിരുന്നു. അപ്പോൾ ജോബി തോമസ് എന്ന് പറയുന്ന യുവാവ് ആലപ്പുഴ ജില്ലയിൽ ആര്യാട് എന്ന സ്ഥലത്ത് വെച്ച് ഷോക്കടിച്ചു മരിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട് ഷീറ്റ് ഇട്ടതാണ്. ആ ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ട്രസ് വർക്ക് ഇങ്ങനെ മുറ്റത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇരുമ്പ് തൂണുകളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ 2 വീലറൊക്കെ വാങ്ങിച്ച് പുറത്ത് കറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വന്ന് വണ്ടി ഒതുക്കി വയ്ക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സിറ്റ് ഔട്ടിൽ വണ്ടി ഒതുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് മുറ്റത്തൊക്കെ വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നനഞ്ഞു കിടന്നായിരുന്നു. അങ്ങനെ വണ്ടി ഒതുക്കി വയ്ക്കുന്നതിനിടയ്ക്ക് ഈ ഇരുമ്പ് കമ്പിയിൽ കയറി പിടിക്കുകയും ഷോക്കടിച്ച് തെറിക്കുകയും തലയിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വീട്ടിലെ മറ്റ് 2 പേര് ഇദ്ദേഹത്തിനെ വന്ന് പിടിച്ചു. അവർക്കും ഷോക്കടിച്ചതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതിന് ഷോക്കടിച്ചു, തലയിടിച്ചു, ഇതിൽ ഏത് കാരണവും ആകാം. അപ്പോൾ ഇതിലെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഈ ട്രസ് വർക്കിൽ ഒരു ടെമ്പററി വയറിങ് കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടി ഇദ്ദേഹം എടുത്തിട്ടിരുന്നു സ്റ്റാർ ഇടാനായിട്ട്. ആ വയർ ഇവർ മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാലക്രമേണ അത് ദ്രവിച്ചോ അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയോ എങ്ങനെയോ അത് സപ്ലൈ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. ആ വയർ വഴിയാണ് ഈ ട്രസ് വർക്കിലേക്ക് സപ്ലൈ വരികയും അത് അപകട കാരണമാവുകയും ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനൊരു സംഭവം സർവ്വസാധാരണമാണ്. നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും ഇങ്ങനൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അല്പം ഇൻഫർമേഷൻ ഇതിനു വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ അപകടം ഉണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിച്ചു. ആ താൽക്കാലികമായി വന്ന വയർ വഴിയാണ് സംഭവിച്ചത്. ആ വയർ വഴി തന്നെ വരണമെന്നില്ല. ഈ ട്രസ് വർക്ക് നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം കാണാം. നമ്മുടെ ഇപ്പോൾ കിച്ചനോട് ചേർന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മുറ്റത്തോട് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു അഴ കെട്ടുന്നത് വഴിയായിരിക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ധാരാളമായി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രാധാന്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചതാണ്. ഇതെല്ലാം ട്രസ് വർക്കിൽ ചെയ്തിരിക്കുന്ന വയറിംഗ് ആണ്. അപ്പോൾ ഈ ട്യൂബ് തന്നെ ചിലപ്പം ഇവിടെ എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ പോയി ഈ വയർ വഴി ഈ മെറ്റൽ ലൈവ് ആകാം, നമ്മൾ അറിയത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഇത് ഒഴിവാക്കാം, ഈ അപകടങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അപ്പം നമ്മൾ പണ്ടെങ്ങാണ്ട് എടുത്തിട്ട ഒരു വയറായിരിക്കും. അപ്പോൾ അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ട്രസ് വർക്കിലോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഴയിലോ എവിടെയെങ്കിലും തട്ടി അപകടം ഉണ്ടാകാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും നമ്മളൊരു താൽക്കാലികമായിട്ടൊരു വയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. അഥവാ അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു റെഗുലർ ചെക്കിങ് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇങ്ങനെ നിങ്ങൾ ട്രസ് വർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ എർത്തിങ്ങുമായിട്ട് ഒന്നായി എർത്തിങ് പക്ക ആയിരിക്കണം. ആ എർത്തിങ്ങുമായിട്ട് ഈ ട്രസ് വർക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യണം.
പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീട്ടിൽ കൃത്യമായിട്ടൊരു RCCB റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടായിരിക്കണം. അതിന് ലീക്കേജ് സെൻസിറ്റിവിറ്റി 30 മില്ലി ആമ്പർ ആയിരിക്കണം. സാധാരണ മരണങ്ങളൊക്കെ എല്ലാം സംഭവിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിലൂടെ കറണ്ട് പോകുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് ഈ 30 മില്ലി ആമ്പിയർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഹൃദയം ഇടിക്കുന്ന കണ്ടില്ലേ, ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു കറണ്ട് കൊണ്ട് ഇങ്ങനെ തനിയെ വർക്ക് ചെയ്യുന്ന ഒരു രക്തപമ്പ, ഒരു ബ്ലഡ് പമ്പാണ്. അതിലേക്ക് നമ്മുടെ പുറത്തുനിന്ന് വേറൊരു സപ്ലൈ വന്ന് കയറുമ്പോഴേ ഇത് മൊത്തം അതിൻ്റെ താളം, അതിൻ്റെ റിതം മൊത്തം ഡിസ്റ്റർബ്ഡാണ്. അതിനെ നമ്മൾ മെഡിക്കലി പറയുന്നത് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്നാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ താളം തെറ്റി ആണ് മരിക്കുന്നത്. ഇതിന് സാധാരണ ഈ കറണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന, ഈ അപകടം ഉണ്ടാക്കുന്ന ലിമിറ്റ് 30 മില്ലി ആമ്പിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ RCCB റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ 30 മില്ലി ആമ്പിയറിന് സ്ഥാപിക്കണം എന്നും പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒന്ന്, റെഗുലറായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും വയറിങ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉപയോഗം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മാറ്റുക. നിങ്ങളത് ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. രണ്ടാമത്, നമ്മുടെ മെറ്റൽ റൂഫുകളും എല്ലാം നമ്മൾ എർത്ത് ചെയ്യുക. നമ്മുടെ വീട്ടിലെ സപ്ലൈയുടെ എർത്തിങ് പോയിന്റുമായിട്ട് ഇതിന് എർത്ത് ചെയ്യുക. പിന്നെ നമ്മൾ ഈ RCCB 30 മില്ലി ആമ്പിയറിൻ്റെ RCCB നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ സർക്യൂട്ടിൽ അത് ഉൾക്കൊള്ളിക്കുക. ഈ RCCB ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഫ്ലാറ്റിലെ ഒരു സെക്യൂരിറ്റി ചെയ്യുന്ന പോലെ രാവിലെ മുതൽ ആ ഫ്ലാറ്റിൻ്റെ അകത്തേക്ക്, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന ആൾക്കാരെ ഇദ്ദേഹം ഒരു രജിസ്റ്ററിൽ എഴുതി വയ്ക്കും. തിരിച്ചവർ പോകുന്നുണ്ടോ എന്നുള്ളതും അദ്ദേഹം ചെക്ക് ചെയ്യും. അതേപോലെയാണ് ഈ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ അതിനകത്ത് 2 വയർ കാണും. അപ്പോൾ ആ ഫേസ് ന്യൂട്രലുമാണ്. അങ്ങോട്ട് പോകുന്ന കറണ്ട് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങോട്ട് പോകുന്ന കറണ്ട് തിരിച്ചു വരുന്നുവെങ്കിൽ ഇത് സ്റ്റേബിളായിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റൂഫ് വഴി ഭൂമിയിലേക്ക് കുറച്ച് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ തൊടുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഷോക്ക് അടിക്കത്തക്ക ഒരു കറണ്ട് പാസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫേസിലും ന്യൂട്രലിലും കറണ്ടിൻ്റെ വ്യത്യാസം വരും. ആ കറണ്ട് വ്യത്യാസം സെൻസ് ചെയ്യുന്ന ഒരു കോയിലാണിത്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വയറിംഗ് ആണ്. ഇവിടെ മുകളിലൊരു സിംഗിൾ ഫേസ് RCCB ഉണ്ട്, താഴെ ഞാനൊരു 3 ഫേസ് RCCB കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ 30 മില്ലി ആമ്പിയർ ആണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അതായത് 2 എണ്ണത്തിൽ കണ്ടില്ല, ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. അതായത് നിങ്ങൾ ഈ RCCB വെച്ചാൽ മാത്രം പോരാ, അത് മന്ത്ലി ഓൺസ്, ഇവിടെ മന്ത്ലി എഴുതിയേക്കുന്നുണ്ടല്ലേ, മന്ത്ലി ഓൺസ് അത് ചെക്ക് ചെയ്തിരിക്കണം. അത് അമർത്തി അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സ്ഥാപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം, ഇപ്പം ഈ അപകടത്തിൽ ഈ ഒരാൾ മരിച്ചു. ഇതിൻ്റെ മൂല കാരണം ആ ടെമ്പററി വയറിംഗ് ആണ്. അത് അവർ മാറ്റാൻ മറന്നുപോയി. പിന്നെ അത് ട്രസ് വർക്ക് വഴി അത് വന്ന് ഷോക്ക് അടിച്ചു. അപ്പോൾ ആ ട്രസ് വർക്ക് എർത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു. അതുകൂടാതെ മൂന്നാമത് അവിടെ RCCB വെച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഇല്ലാതാക്കാമായിരുന്നു. അതായത് ഈ 30 മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞ ലിമിറ്റ് വരുമ്പോഴത്തേക്കിന് ഈ സപ്ലൈ കട്ടായിപ്പോകും. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മളെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്തബന്ധമായിരിക്കും ഷോക്ക് അടിച്ച് കിടക്കുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് കയറി പിടിക്കരുത്. ഈ അപകടത്തിൽ 2 പേര് കയറി പിടിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ കയറി പിടിച്ചാൽ ഒരാളും അല്ല മരിക്കുന്നത്, അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ളവരെല്ലാം മരിച്ചു പോകും. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തത് ഇതുപോലൊരു അച്ഛനും മകനും മരിച്ചതാണ്. അപ്പോൾ അങ്ങനെ വീണ് കിടക്കുന്ന ഒരാൾ ഷോക്ക് അടിച്ച് നമ്മുടെ വീട്ടിൽ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ സപ്ലൈ കട്ട് ചെയ്യുക. സപ്ലൈ കട്ട് ചെയ്തിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊടാവൂ. അങ്ങനെ സപ്ലൈ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല എങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഇരുമ്പ് കമ്പിയായിട്ട് ടച്ചായി കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കറണ്ട് പോകത്തക്കൊണ്ട് കിടക്കുകയാണെങ്കിൽ അത് ആ വയറോ കമ്പിയോ അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് തുണി ഇങ്ങനെ എറിഞ്ഞെടുത്തിട്ട് അത് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സപ്ലൈ കട്ട് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ഇദ്ദേഹത്തിന് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. ശ്വാസം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ശ്വാസമില്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തിട്ട് അതിനുള്ള ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുക അദ്ദേഹത്തിനെ. ഇങ്ങനെ മാത്രമേ നമ്മളതിൻ്റെ ഫർദർ കാര്യങ്ങൾ ചെയ്യാവൂ. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കരുത്. കേരളത്തിൽ ഇപ്പോൾ വളരെ അധികമായിട്ട് വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കാറ്റും മഴയുമുള്ള സമയമാണ്. ഈ മഴയും കാറ്റും എല്ലാം കൂടെ വരുമ്പോഴേ നമ്മുടെ ലൈൻ കമ്പികൾ പൊട്ടി താഴെ വീഴുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഒരുപാട്. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളെ മരത്തിലൊക്കെ കമ്പികൾ തട്ടി ഉരഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് പെട്ടെന്ന് തന്നെ KSEB നിങ്ങൾ വിളിച്ചറിയിക്കുക. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.